നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് കൊള്ളയിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം നടത്തി. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. KCEC സംസ്ഥാന സമ്മേളനത്തിന്റെ വനിതാ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ പ്രതികളായ കെ രാധാകൃഷ്ണൻ MP-യും AC മൊയ്തീൻ MLA-യും തൽസ്ഥാനങ്ങൾ രാജിവെക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഈ പോലീസിനെ പാൻഡിട്ട് കൊടുത്ത ഉമ്മൻചാണ്ടി ആ കുറ്റമറ്റ രീതിയിലേക്ക് പോലീസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ CPM-നോട് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ കയ്യിലേക്ക് ഈ ഉണ്ടായിരുന്ന പണം മുഴുവൻ തട്ടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കരിവന്നൂർ ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ അയ്യന്തോൾ സർവീസ് ബാങ്കിൽ അന്വേഷിച്ചു, കുട്ടല്ലൂർ ബാങ്കിൽ അന്വേഷിച്ചു, ഇതുപോലെ തന്നെ പെരുങ്ങണ്ടൂർ ബാങ്കിൽ അന്വേഷിച്ചു, ഇതുപോലെ തന്നെ തിരൂർ ബാങ്കിൽ അന്വേഷിച്ചു. തിരൂരിൽ സതീശനെ ഇപ്പോഴും ജയിലിലാണ്. AC മൊയ്തീന്റെ വീട്ടിൽ നിരന്തരം വന്നിരുന്ന സതീശൻ ഇപ്പോഴും ജയിലിലാണ്. പ്രിയമുള്ളവരെ, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, TV ഷൈൻ, ജിജ ശിവൻ, CG അജിത് കുമാർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, മധു അന്തിക്കാട്ട്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ അടച്ചതോടെ കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളത്തിലായി. പോലീസ് സ്റ്റേഷന് കിഴക്ക് പുതിയ പാലം മുതൽ നടുവിൽക്കര വടക്കുമുറി വരെ ദേശീയപാതയ്ക്ക് സമീപമുള്ള വീടുകളാണ് വെള്ളത്തിലായത്. നേരത്തെ പാടമായിരുന്ന പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ ഏറെയും ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് അടച്ചു. മഴയിൽ വെള്ളം തോടുകൾ വഴി ഒഴുകി കനോലി കനാലിലാണ് വന്നു ചേരേണ്ടത്. തോടുകൾ അടച്ചതോടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വീടുകൾക്ക് സമീപം കനത്ത വെള്ളക്കെട്ടാണ്. പാലത്തിന് കിഴക്ക് വടക്ക് മണ്ണാംപുറത്ത് ക്ഷേത്ര പരിസരം, പടിയം ക്ഷേത്രത്തിന് സമീപം, ചക്കാമടത്തിൽ ക്ഷേത്രത്തിന് കിഴക്ക്, ഹെൽത്ത് സെന്ററിന് പടിഞ്ഞാറ്, മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്ക്, എംഗൽസ് നഗറിന് കിഴക്ക് എന്നിവിടങ്ങളാണ് വെള്ളം നിറഞ്ഞത്. കെട്ടിനിന്നതുമൂലം വെള്ളത്തിന് കറുത്ത നിറവ്യത്യാസവും രൂക്ഷമായ ഗന്ധവുമുണ്ട്. മലിനവെള്ളം ചവിട്ടി വേണം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ. ഇതുമൂലം പലർക്കും ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ട്. അംഗപരിമിതരടക്കം ഇതുമൂലം ദുരിതത്തിലാണ്. വെള്ളം കെട്ടിനിന്നതോടെ സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞ് പ്രദേശം രോഗഭീഷണിയിലാണ്. വെള്ളം ഒഴുക്കിവിടാൻ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തികൾ നടത്തിയെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ പ്രയാസം നേരിടുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുഞ്ഞുമക്കൾ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നമുക്ക് ഇത് പുറത്തിറങ്ങാൻ വരെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കരചുറ്റും വെള്ളമാണ്. വെള്ളം ഒഴുകിപ്പോകാൻ അടിയന്തരമായി കാനകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കാനകൾ നിർമ്മിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിലും കാലവർഷത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയുണ്ട്. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇടവ മാസത്തെ ഷഷ്ഠി ആചരിച്ചു.
രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങൾ നടത്തി. തുടർന്ന് അമ്മമാരുടെ ഭജന, അന്നദാനം എന്നിവയുണ്ടായിരുന്നു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഗോപി ചോണാട്ട്, ബാലൻ വള്ളൂക്കാട്ടിൽ, സതീശൻ മാക്കോത്ത്, മണികണ്ഠൻ കുറുവത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ എന്നിവർ നേതൃത്വം നൽകി. നമസ്കാരം ദേവദേവേശാം, നമസ്കാരം ചിദാനന്ദേ, നമസ്തേ ശിവാംബാം, നമസ്തേ ശിവാംബാം. കാർത്തികേയ 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 പാഹിമ, കുമാര കാർത്തികേയ പാഹിമ, കാർത്തികേയ 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 പാഹിമ, കുമാര കാർത്തികേയ പാഹിമ, കാർത്തികേയ പാഹിമ, KCEC സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ വനിതാ സബ് കമ്മിറ്റി നാട്ടിക മണ്ഡലം KP പ്രഭാകരൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് വനിതാ സംഗമം നടത്തി. കേരള മഹിളാ സംഗമം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. KCEC ജില്ലാ പ്രസിഡന്റ് CR രേഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ MV ബിന്ധ്യ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, AITUC ജില്ലാ ട്രഷറർ KM ജയദേവൻ, KCEC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KC ബിന്ദു, KCEC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് AS സുരേഷ് ബാബു, AITUC നാട്ടിക മണ്ഡലം സെക്രട്ടറി AK അനിൽകുമാർ, KCEC ജില്ലാ സെക്രട്ടറി KV മണിലാൽ, KCEC ജില്ലാ ട്രഷറർ PS കൃഷ്ണകുമാർ, WWF ജില്ലാ സെക്രട്ടറി ഷീജ, CPI താന്യം LC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിനോയ്, KCEC നാട്ടിക മണ്ഡലം പ്രസിഡന്റ് KC ബൈജു, KCEC നാട്ടിക മണ്ഡലം ട്രഷറർ KA ഷാലു, KCEC ജില്ലാ വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ OV ലിവിൻ, നാട്ടിക മണ്ഡലം വനിതാ സബ് കമ്മിറ്റി കൺവീനർ സന്ധ്യ മുരളീധരൻ, KCEC ജില്ലാ വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ MV രേഖ എന്നിവർ സംസാരിച്ചു. വനിതകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, സമൂഹത്തിൽ അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അത് പങ്കാളിയാകാൻ പുരുഷ സഖാക്കൾ ഉണ്ടാകുക. സഖാവെന്നിന് സ്ത്രീലിംഗവും പുരുഷലിംഗവും ഇല്ല. സഖാവ് എന്നൊരൊറ്റ പദമേ ഉള്ളൂ. ആ സഖാവായി മാറാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയുന്നിടത്ത് നമ്മൾ ജയിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ ജയിക്കാൻ വലപ്പാട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. തായങ്കോട്ട് ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്ന പഠനോപകരണ വിതരണം സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഷാലി വാഴപ്പിള്ളി അധ്യക്ഷയായി. ചടങ്ങിൽ സെക്രട്ടറി ഷിജോ അരിയാംപറമ്പിൽ, ജില്ലാ സെക്രട്ടറി ഓഫ് ടീച്ചർ, സേവാഭാരതി പ്രവർത്തകരായ സുധീർ ദാസ്, രവി കാരയിൽ, ബേബി സരോജം, ഗിരീഷ് കുമാർ, സുമേഷ്, സോമസുന്ദരൻ, നിഖിൽ വാഴപ്പിള്ളി, സമിഷ, ശിവജി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇവിടെ വിതരണം ചെയ്യുന്ന ഈ ഒരു പുസ്തകം, നോട്ട് പുസ്തകം, ഇതിൻ്റെ ചട്ടയിൽ 5 കാര്യങ്ങൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഈ സമയത്ത് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ആ പുസ്തകത്തിൽ താഴെ പഞ്ചപരിവർത്തൻ ജീവിതത്തിൽ ശീലമാക്കൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 5 കാര്യങ്ങളും അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ആദ്യത്തേത് എൻ്റെ കുടുംബം. നമുക്കെല്ലാവർക്കും അറിയാം, സേവാഭാരതി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സേവാ വിഭാഗമാണ്. അതിന് കീഴിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനം നടക്കുന്നത്. വലപ്പാട് ബീച്ച് GDM LP സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അതുപ്രകാരം ഏകദേശം 4 വർഷത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് വികസന രംഗത്ത് പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരാശയം മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായി ഇപ്പോൾ പ്രഖ്യാപിച്ചതില്ലാതെ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സിന് സന്തോഷമാണ് എപ്പോഴും വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വരുമ്പോൾ. ഏറ്റവും നമ്മുടെ പ്രവർത്തന രംഗത്തുള്ള കുട്ടികളെ ഉയർന്നു പഠിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ സ്കൂളിനെ
ഒരു ഫണ്ട് മുമ്പത്തെ എം എൽ എ അനുവദിച്ചിരുന്നു. 10 വർഷക്കാലമായിട്ട് അത് നടപ്പാക്കാൻ കഴിയില്ല. അത് പരിശോധിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോയി പരിശോധിച്ച് എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയാതെ പരിശോധിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചത് ഇപ്പോൾ അത് കല്ലിട്ടതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊന്നും ഉയർന്ന രീതിയിലേക്ക് പഠിക്കാൻ അന്വേഷിച്ച് പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനുള്ള സമഗ്രമായ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുക എന്നതാണ്. അതാണ് ആദ്യമായി വല്ലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ PTA കൂടി ആലോചിച്ച പ്രവർത്തനം നടക്കുന്നുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന കുട്ടികളെ വരവേൽക്കാനായാണ് സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിച്ചത്. വിദ്യാർത്ഥികളെ കളിയൂഞ്ഞാലിൽ ഇരുത്തിയാട്ടിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. പാർക്ക് ഒരുക്കിയ ആർട്ടിസ്റ്റ് വിജയകുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന KG അധ്യാപകരായ പാർവതി ദിലീപ്, CD ദിവ്യ എന്നിവർക്കുള്ള ഉപഹാരവും MLA വിതരണം ചെയ്തു. സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ, TK ബിജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ, വിജിത ഹരിലാൽ, സരിത രാജു, സബിത കൈലാഷ്, ഷാനി അസീസ്, CB സിജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 2.5 ലക്ഷം രൂപ ചിലവിട്ടാണ് പാർക്ക് നിർമ്മിച്ചത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും AC മുറികളിൽ ജോലി ചെയ്യുക, അവസാനം അവിടെ നിന്ന് ഒരാളെ കണ്ട് വിവാഹം കഴിക്കുക, വിദേശ രാജ്യങ്ങളിൽ പോവുക, അച്ഛനമ്മനക്ക് ഇടയ്ക്ക് മറ്റേ വാട്സപ്പ് കോളുകളിൽ വിളിക്കുക, പിന്നീട് അവരെ വൃദ്ധസ്ഥാനത്ത് ഇറക്കുക. ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ ആവശ്യം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാ സ്ഥലത്തും കേൾക്കു വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. എല്ലാ പഞ്ചായത്തിലും വൃദ്ധസദനം വേണം, എല്ലാ സ്ഥലത്തും വൃദ്ധസദനം വേണം എന്നാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദന എത്രയാണ് അമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും പറഞ്ഞു
നിങ്ങൾ ഇങ്ങനെ പ്രസവിച്ച് നിങ്ങൾ എത്ര വലുതായി ഇവിടെ ഇരിക്കുന്ന വലിയ ഉന്നതികളിൽ എത്തിക്കുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദന എങ്ങനെയുണ്ട്? 9.5 m³ എന്നാ പറയുക അതിന്റെ വേദനയുടെ ആഴം. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായിരുന്നു. ജയചന്ദ്രൻ മാസ്റ്റർ, സതീശൻ വലപ്പാട്, ജോളി അന്തിക്കാട്, സുമന പ്രദീപ്, അഭിലാഷ്, ശരണ്യ ആകാശ്, പ്രീതി, പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ കടൽമുത്ത് അംഗനവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വാർഡിന്റെ അവാർഡ് വിതരണവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ സിന്ധു ടീച്ചർ, ആശാ വർക്കർ പ്രീതി, ALMCC അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മഴക്കാല രോഗവെല്ലുവിളികളെ നേരിടുന്നതിനായി പുത്തൻപീടിക പാതു ആശുപത്രിയിൽ സൗജന്യ മഴക്കാല രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കിങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങൾ എല്ലായിടത്തും ഡെങ്കിപ്പനി ആയാലും എലിപ്പനി അതുപോലെ മറ്റുള്ള പകർച്ചവ്യാധികളൊക്കെ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ പേടിയാണ്. എന്നുവെച്ചാൽ ക്യാമ്പ് തുറക്കേണ്ടി വരും, അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മരം വെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് മഴ തുടങ്ങുന്ന ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുന്നേ തന്നെ മഴ ആരംഭിച്ചു. വേനൽ മഴ കഴിഞ്ഞ് അതോടുകൂടി കാലവർഷം കൂടി ആരംഭിക്കാനുണ്ടായത്. ഇപ്പോഴും മഴയുടെ ഒരു കുറവെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ക്യാമ്പ് തുടങ്ങുന്നത്? 24 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം. എപ്പോഴാണ് ഫോൺ വരിക? രാത്രി 1 മണിയായാലും 2 മണിയായാലും എപ്പോഴാണ് ഫോൺ വരിക എന്ന് നോക്കി നമ്മൾ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ മഴക്കാലമാകുമ്പോൾ. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി ആൻഡോ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ഫ്ലോറൻസ്, മദർ ലിസ്മ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ മേരി, ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വോസ്റ്റോ സ്റ്റെനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എൻറ്റമോളജിസ്റ്റ് മുഹമ്മദ് റാഫി എം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, എൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ് ആയിരിക്കത്തില്ല, ഒരു ഇൻ്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും. നിങ്ങൾ പണ്ട് ക്ലാസ്സിലൊക്കെ പോയിരുന്ന പണ്ടത്തെ അനുഭവങ്ങൾ ഓർമ്മ വരുമല്ലേ? ഇപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുക ഒരു അവസരം കിട്ടുമോ അല്ലേ? അപ്പോൾ എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കുക. ഈ നമ്മളെപ്പോഴും സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ടെൻഷൻ മാറും. അതിൻ്റെ നമ്മുടെ അസുഖങ്ങൾ പകുതി കുറയ്ക്കും. നിങ്ങൾക്ക് അവസാനമൊക്കെ മനസ്സിലാവും. ഇപ്പം നമ്മൾ ക്ലാസ് സന്തോഷപൂർവ്വം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഹാപ്പിനെസ് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും. 4 ഹാപ്പിനെസ് ഹോർമോണാണ് പ്രധാനപ്പെട്ടുള്ളത്. ഏതെങ്കിലും ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും. ഞാൻ എല്ലാ ക്ലാസ്സിലും പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു പ്രത്യേകതയാണ് കൊതുകുജന്യ രോഗ നിവാരണ പ്രതിജ്ഞയും നടത്തി. കോതകുളം നിത്യസഹായ മാതാ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവസം വൈകിട്ട് ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജെൻസൺ തട്ടിൽ, കൺവീനർ ഡേവിസ് വാഴപ്പിള്ളി, കൈക്കാരന്മാരായ ജെയിംസ് CA, ലിജോ കരിയാറ്റിൽ, AND സിജോ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവളെ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീത.
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് പഞ്ചായത്ത് 11ാം വാർഡ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കും USS പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CK ഭാരതൻ അധ്യക്ഷത വഹിച്ചു. 8ാം വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് മുഖ്യാതിഥിയായിരുന്നു. മുൻ വാർഡ് മെമ്പർ സുമേഷ് പാനാട്ടിൽ പഠനോപകരണം നൽകി. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ UR രാകേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, അനൂപ് തോട്ടാരത്ത്, രമേശ് പള്ളത്ത്, ശിവദാസ് പൊയ്യാറ, യതീന്ദ്രൻ എടശ്ശേരി, വിപിൻ നമ്പുള്ളിക്കര, ആഷിഫ് KM, അബ്ദുൽ ഖാദർ വലിയകത്ത, സോനു AS, വിഷ്ണു KE, ബാവക്കുഞ്ഞി കണ്ണങ്കില്ലത്ത്, വിപിൻദാസ് PS, ഷിൻഡോ ആന്റണി എന്നിവർ സംസാരിച്ചു. SNDP നടുവിൽക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബിൽ നടത്തിയ ചടങ്ങ് നാട്ടിക യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് VP പ്രഭാശങ്കർ ഉദ്ഘാടനം ചെയ്തു. നടുവിൽക്കര ശാഖാ പ്രസിഡന്റ് പ്രേജൻ കൊണ്ടർശ്ശേരി അധ്യക്ഷനായി. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ശാഖാ പരിധിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ശാഖാ സെക്രട്ടറി രഘുനന്ദനൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺജിത്ത്, ശ്രീജ റെജി, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK കിരൺ, മണികണ്ഠൻ, സജീവ് വാത്തിശ്ശേരി, സന്തോഷ്, രമേശ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർക്ക് മാത്രമല്ല അവിടുത്തെ ഒരു ക്രൈറ്റീരിയ ഒരു നല്ല ടീം പ്ലെയർ കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ പ്രകാശ് ചേട്ടൻ ഇവിടെ ബാലജന സംഘം രൂപീകരിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ യൂത്ത് മൂവ്മെന്റ് കൂടിയിട്ട് ഇവിടെ രൂപീകരിക്കേണ്ടത്. ഇതിലൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളെ കുട്ടികളിൽ ഉണ്ടാക്കുന്നുള്ളത് തീർച്ചയാണ്. അതാണ് നമ്മൾക്ക് ഇനി മുന്നോട്ടുള്ള കാലത്ത് വേണ്ട
ഏറ്റവും വലിയൊരു ക്വാളിറ്റി. നമുക്ക് സ്കില്ല് വേണം, അത് സ്കില്ല് മാത്രം പോരാ, മാർക്ക് മാത്രം പോരാ, നമ്മൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി വേണം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊരു കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക, നമ്മളൊരു ടീമായിട്ട് നിന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. നമ്മളിപ്പോ മിക്ക കമ്പനി ഇൻഫോസിസ്, വിപ്രോ ഒക്കെ നോക്കുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളെ പോലും അവര് എന്താ വെച്ചാൽ അവരുടെ ടെസ്റ്റുകളുണ്ട്, ഇതിലൊക്കെ നോക്കുന്നുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടോ. മണലൂർ പുത്തനങ്ങാടി വെളുത്തേടത്തുപറമ്പിൽ ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, ദേവീദേവന്മാർക്ക് അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പറഞ്ഞാട്ടിൽ അജിത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തി രാഹുൽ സഹകാർമ്മികനായി. തുടർന്ന് ദൈവത്തിന് കളം, ചെറുമുത്തപ്പൻ, വീരഭദ്രൻ, കരിങ്കുട്ടിസ്വാമിക്ക് കളങ്ങളും ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഗുരുമുത്തപ്പന് രൂപക്കളവും, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, തുടർന്ന് പാനത്തുള്ളലും ആഴിയിൽ നൃത്തവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ വി കെ ശ്രീധരൻ, വി കെ അശോകൻ, പ്രസിഡന്റ് വി പി രവീന്ദ്രൻ, സെക്രട്ടറി വി എസ് അജിയൻ, ട്രഷറർ വി എ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയിൽ കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അരങ്ങേറി. തുടർന്ന് ക്ലാസിക്കൽ ഡാൻസും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി പി പി വേണു, ട്രഷറർ സൂര്യനാരായണൻ കെ, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങന്നൂർ മന മുരളീധരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാനര സൈന്യത്തിന്റെ ഇടയിൽ കൂടെ ഓടാം, പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കുറങ്ങന്മാരെ ഓരോ ചവിട്ടാം. സുഖ ആനയായിക്കഴിഞ്ഞാൽ അവരേറ്റ് നടക്കേണ്ടി വരും, കുതിരയായാലോ അവരേറ്റ് ഓടേണ്ടി വരും. അപ്പൊ കുതിരയും വേണ്ട. സാരണ ഇങ്ങനെയായി എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, വേഷം വലുതായാലല്ലേ അപകടമുള്ളൂ, ചെറിയ വേഷമായാലോ? ചെറിയ വേഷമോ? ആനയും കുതിരയൊന്നും വേണ്ട, രണ്ട് കൊതുവായിട്ട് വേഷം മാറിയാലോ? അത് തരത്തില്ലാട്ടോ. രണ്ട് ചെറിയ കൊതുവായിട്ട് വേഷം മാറി ആ വാനര സൈന്യത്തിന്റെ ഇടയിൽ കൂടെ മൂടി ഇങ്ങനെ പറക്കാം. പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളിമാരെ ഓരോ കുത്തും കുത്താം. അല്ലേ? ഇവിടെ ഇപ്പോ യാതൊരു ക്ഷാമല്ലാത്തൊരു സാധനമാണെന്ന് വേണം പറയാൻ. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോ അനുഭവിക്കുണ്ടായി. അപ്പോ രണ്ട് കൊതുവിന്റെ വേഷം നല്ല ഭാഗമായി. സുഖ ആനയും കുതിരയൊക്കെ ആണെങ്കിൽ അവരേക്ക് നടക്കേണ്ടി വരും, ഓടേണ്ടി വരും എന്നൊക്കെ ഉള്ളൂ. കൊതുവായിട്ട് അങ്ങോട്ട് ചെന്ന് കുത്താൻ പോയി കഴിഞ്ഞാൽ കൊതു ഒരടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചാക്കറിന് അരഞ്ഞ് സിദ്ധി കൂടി ഉണ്ടാവുക. സാരണ അപ്പൊ കൊതുവും വേണ്ട. ഇങ്ങനെയായി എങ്ങനെ? ഞാൻ എന്ത് പറഞ്ഞാലും വേണ്ട എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ, ഒരു വേഷം അങ്ങനെ പറയൂ, കേട്ടെ സാരണ. സാരണ ഒരു വേഷം സുഖം. എന്തിനാ അത്ര സംശയിക്കണത്? ആനയും കുതിരയും കൊതുവൊന്നും വേണ്ട. നമ്മൾ എവിടേക്കാ പോണത്? വാനര സൈന്യത്തിന്റെ അടുത്തേക്കല്ലേ? അവരുടെ അടുത്തേക്ക് പോവാനായിട്ട് ഏത് വേഷാ വേണ്ടത് എന്നുള്ള കാര്യത്തില് സംശയിക്കേണ്ട കാര്യമുണ്ടോ? കരുവന്നൂർ കള്ളപ്പണ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, കരുവന്നൂർ കേസിലെ പ്രതിയായ കെ രാധാകൃഷ്ണൻ MP സ്ഥാനവും AC മൊയ്തീൻ MLA സ്ഥാനവും രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കണ്ടശാങ്കടവിൽ പ്രതിഷേധ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, ടോളി വിനീഷ്, വാസു വളാഞ്ചേരി, സോമൻ വടശ്ശേരി, ടോണി അത്താണിക്കൽ, സ്റ്റീഫൻ നീലങ്കാവിൽ, PS ആനന്ദൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, ഇന്ദിര ഉത്തമൻ, KG ശശിധരൻ, ബാബു കുന്നത്തുള്ളി, സത്യൻ കളരിക്കൽ, കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ല ഈ സർക്കാരിൻ്റെ കയ്യിൽ. സമസ്ത മേഖലയിൽ സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലയിലും അനിശ്ചിതമാണ്.
ആരോഗ്യ മേഖല എടുത്താലും വിദ്യാഭ്യാസ മേഖല എടുത്താലും തീരദേശ മേഖലയാണെങ്കിൽ കൊടും പട്ടിണിയിലാണ്. എല്ലാ മേഖലയിലും സമസ്ത വിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരിക്കുന്നു. പക്ഷേ ആ ധനസ്ഥിതിയുടെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാത്ത 2 പാർട്ടികളാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP, സംസ്ഥാനം ഭരിക്കുന്ന CPM. ഇവർക്ക് ധനസംബന്ധമായി ഒരു പ്രതിസന്ധിയുമില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളന പതാക ദിനം ആചരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ തൃത്തല്ലൂരിൽ പതാക ഉയർത്തി. മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കോടാക്കി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി DYFI മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ GLPS, GHSS എന്നീ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. DYFI മണലൂർ മേഖലാ സെക്രട്ടറി KA അജീഷ്, പ്രസിഡന്റ് നിവിൻ മനോഹരൻ, ട്രഷറർ അരുൺ ആനന്ദ്, മേഖലാ കമ്മിറ്റി മെമ്പർമാരായ MT തജൻ, OU അശ്വിൻദാസ്, അനിൽ ഹിരൺ, ആൽബർട്ട് ചാക്കോച്ചൻ, GLPS PTA പ്രസിഡന്റ് സലീഷ് പണ്ടാരൻ, പ്രിൻസ്, ഭരതൻ, PS അഭയൻ, ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. വാണിജ്യം. വലപ്പാട് ട്രാവൻകൂർ ബിൽഡ് വെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 1ാം വാർഷികത്തിനോടനുബന്ധിച്ച മെഗാ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. വലപ്പാട് SHO K രമേശ് നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾക്ക് രാവിലെ ജോലി തുടങ്ങിയാൽ വൈകിട്ട് അത് അവസാനിക്കുന്നില്ലെങ്കിലും അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്ന നിമിഷം വരെ പലപ്പോഴും ഈ പറഞ്ഞ ശാപം മാത്രമാണ് കിട്ടല്. എന്നിരുന്നാലും ഒരു ദിവസം പോലീസ് ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കുറേയൊക്കെ അതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവണം. അതിന് ജനങ്ങളും പോലീസൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്, സംഗതികളുണ്ട്. എന്തായാലും ഈ മത്സരത്തിൽ നറുക്കെടുപ്പിൽ വിജയികളാവാൻ പോകുന്ന എല്ലാവർക്കും ദീർഘകാലം ഈ ഉപകരണങ്ങൾ ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം ഈ സ്ഥാപനം വലിയ നിലയിലുള്ള ഈ സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിനും അഭിവൃദ്ധി നാൾക്കുനാൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് 1ാം സമ്മാനമായ LED TV വലപ്പാട് സ്വദേശി ആന്റണിക്കും, 2ാം സമ്മാനമായ ഫ്രിഡ്ജ് ഷാഫി പുളിഞ്ചോട്, 3ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ജസ്റ്റിൻ വലപ്പാട് എന്നിവർക്ക് നൽകി. SHO K രമേശ് സമ്മാന വിതരണവും നിർവഹിച്ചു. കമ്പനി പ്രൊമോട്ടേഴ്സായ സുനിൽ കുമാർ അരയംപറമ്പിൽ, പ്രദീപ് അരയംപറമ്പിൽ, രഞ്ജൻ ഒറ്റാലി, തിലകൻ കണ്ണന്തറ, ജോയ് അരിമ്പൂർ, സുദർശനൻ ഏങ്ങൂർ, ദിനേശ് അരിയംപറമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇത് കിട്ടാത്തവർക്ക് അടുത്തൊരു വർഷത്തിൽ ഇതിന് തുടരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. കമ്പനി സ്റ്റാഫുകളും മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. അടുത്ത മെഗാ തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് 1-ാം തീയതി നടക്കും. വിജയികളാകുന്ന ഒരു ദമ്പതികൾക്ക് വിദേശയാത്രാ ടിക്കറ്റും സമ്മാനമായി ലഭിക്കും. കപ്പിൾസിനാണ് കപ്പിൾസ് ഒരു ഇപ്പോൾ ജനുവരി 1-ാം തീയതി നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടാവുക. അതിൽ ഫോറിൻ ട്രിപ്പായിരിക്കും കപ്പിൾസിന് പോകാൻ പറ്റുക. അപ്പോൾ അതിലെല്ലാവരും സഹകരിക്കുക, അത് മേടിക്കുക. താങ്ക് യു വെരി മച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ ബാങ്ക് കൊള്ളയിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം നടത്തി. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ.
KCEC സംസ്ഥാന സമ്മേളനത്തിന്റെ വനിതാ സംഗമം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.